എല്ലാവർക്കും നമസ്കാരം. ഇനി ഏതാ സ്ഥലം എന്നറിയോ? വീണ്ടും കോട്ടയത്ത് തന്നെയുള്ള ഒരു നല്ലൊരു റെസ്റ്റ് ചെയ്യാൻ പറ്റിയ, നമുക്ക് കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കാൻ പറ്റിയ ഒരു നല്ല സ്ഥലം. സ്ഥലപേര് ഞാൻ പറയാം. മറന്നുപോയി. അതല്ല, മറന്നുപോയതല്ല, എനിക്കിവിടെ വന്നിട്ടേ എന്താ പറയണ, അല്ല അവിടെ ഇവിടെയൊക്കെ കുറേ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്നൊരു നാണം വന്നു. അതുകൊണ്ട് നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് കുറച്ച് അടുത്തോട്ട് പോവാ. കോട്ടയം ജില്ലയില് മീനച്ചിലാർ, അത് ആ പുഴയല്ലേ? മീനച്ചിലാർ പുഴയുടെ അടുത്ത് തന്നെയുള്ള തണലോരം എന്ന് പറഞ്ഞാൽ കുറച്ചധികം സ്ഥലം ഇങ്ങനെ നീണ്ട് വിസ്തരിച്ച് കിടക്കുന്നുണ്ട്. ഇവിടെ മൊത്തം ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഏകദേശം ഒരു 2:30-2:45 നല്ല വെയിലുള്ള സമയമാണ്. ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഈ തണലോരം എന്നൊക്കെ പറയുമ്പോൾ തണലായിരിക്കും എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ട് വരികയായിരുന്നു. പറഞ്ഞ പോലെ തന്നെ നല്ല തണലും നല്ല കൂളായിട്ടുള്ളൊരു അന്തരീക്ഷമുള്ളൊരു സ്ഥലമാണ്. ഉച്ചയ്ക്കൊക്കെ കുറച്ച് നേരം വന്നിരിക്കണമെങ്കിൽ ഉച്ചയ്ക്കൊക്കെ പുറത്ത് നമുക്ക് ഏതെങ്കിലും മോൾസിൽ അല്ലെങ്കിൽ ഷോപ്സിൻ്റെ ഉള്ളിലൊക്കെ എ സിയിലൊക്കെ ഇരിക്കാമെന്നല്ലാണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് പുറത്തിറങ്ങി റെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുക, ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. അതിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് തണലോരം. നമ്മൾ ഇതിനു മുന്നേ പോയ സ്ഥലത്തായിരുന്നു കാവാലിപ്പുഴ, അല്ലേ? കാവാലിപ്പുഴ അതുപോലെ തന്നെ കുറച്ച് നേരം ഇരിക്കാൻ പറ്റിയ നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ഇവിടെ ഊഞ്ഞാലൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്, ഇവിടെ ഉണ്ട്. പിന്നെ വരുന്ന വഴിക്ക് കെട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വേറെ എന്തൊക്കെയാ ആക്ടിവിറ്റി? ഇവിടെ അങ്ങനെ അധികം ആൾക്കാർ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, കുറച്ച് കപ്പിൾസ് മാത്രമേ ഉള്ളൂ. വേറെ ആരെയും അധികം കണ്ടില്ല. നല്ല തണുപ്പുണ്ട് ഇവിടെ വന്നിരുന്നപ്പോഴത്തേക്കും. ഇത്രയും മരങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കുകയല്ലേ. നമുക്ക് മുളയല്ലേ, മുള നല്ല തണുത്തൊരു അന്തരീക്ഷം. ഇല്ലി കുറെ ഇല്ലിക്കാട് എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ നടുക്കാണ് ഇവിടെ ഇരിക്കാനൊക്കെ ഓരോ സ്ഥലങ്ങളും. ഈ ഇല്ലിയുടെ ആ കമ്പ് കൊണ്ട് തന്നെ ഇതൊക്കെ ഉണ്ടാക്കി, ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, എനിക്ക് സ്ഥലം ഇഷ്ടമായി. ഇടയ്ക്ക് പകലൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് കംഫർട്ടായിട്ടിരിക്കാം. നാട്ടി വിടാവോ? ഇതാണ് തണലോരത്തിൻ്റെ സൈഡിലൂടെ കൂടെ ഒഴുകുന്ന പുഴ. ഇവിടെ നിൽക്കുമ്പോൾ നല്ല ഉച്ച സമയത്തും നല്ല കാറ്റുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു നടയൊക്കെ ഉണ്ട്. കുറേ ആൾക്കാരൊക്കെ ഇവിടെ അലക്കാനും കുളിക്കാനും ഒക്കെ വരുന്ന ഒരു ചെറിയ സ്ഥലമാണ് കേട്ടോ. പിന്നെ കുറച്ച് ആൾക്കാരൊന്ന് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. ഇത് നമ്മൾ ആ സ്ഥലത്ത് വന്നതിന് ശേഷം ആദ്യം കാണുന്നത് ആ ഒരു പുഴയും പിന്നെ ആ ഒരു നടയാണ്. പിന്നെ ഈ ഒരു വഴി കൂടെ ഉള്ളിലോട്ട് കയറി വേണം നമ്മൾ തണലോരം ആ ഒരു ഉൾപ്രദേശത്ത് എത്താനായിട്ട്. ഇതിലൂടെ നടന്നാണ് ഉള്ളിലേക്ക് എത്തുന്നത്. പകൽ സമയത്ത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് കുറച്ച് നേരം ഒന്ന് നടക്കാൻ പോകണമെന്ന് തോന്നിയാലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഇരിക്കണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ നമുക്ക് വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഈ തണലോരം എന്ന് പറയുന്ന ഇവിടം. ആവശ്യത്തിന് പ്രൈവസി ഉണ്ട്. അതുപോലെ റോഡ് ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ റോഡ് കാണാൻ പറ്റില്ല, അതുപോലെ റോഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇവിടവും കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് പ്രൈവസിയും ഇവിടെയുണ്ട്. ആൾക്കാർ വരുന്നതനുസരിച്ച് മിക്ക ദിവസവും തന്നെ ഇവിടെ ക്ലീൻ ചെയ്യാറുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ വലിയ കാര്യമായിട്ട് ചപ്പുചവറുള്ള കാര്യങ്ങളൊന്നും കിടക്കുന്നില്ല, നീറ്റാണ്. കോട്ടയംകാർക്ക് രാവിലെയും വൈകിട്ടും ഒക്കെ വന്നിരിക്കാനുള്ളൊരു സ്പെഷ്യൽ സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. കോട്ടയംകാരുടെ മെയിൻ ഈവനിങ് സ്പോട്ടാണെന്ന് വേണേൽ പറയാം. നമ്മളവിടെ വന്നതിന് ശേഷം കുറച്ചൊരു വലിയ ഗ്യാങ്, കുറേ ചേച്ചിമാരവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഫ്രണ്ട്സ് ഗ്യാങ് ആണെന്ന് തോന്നുന്നു. ഭയങ്കര ചിരിച്ച് കളിച്ച് അവർ ഭയങ്കര എൻജോയ് ചെയ്ത് അതിലെ കൂടി നടക്കുകയും കാഴ്ചകൾ കാണുകയും ഒത്തിരി ദൂരം അവരങ്ങ് നടന്നു പോയി. ഈ വീഡിയോയിൽ കാണാൻ കുറച്ച് നേരം കഴിയുമ്പോൾ. അങ്ങനെ കുറച്ച് ആൾക്കാരെ ഞാൻ അവിടെ വന്നപ്പോൾ കണ്ടുള്ളൂ.
പിന്നെ എനിക്ക് മതിയാവുവോളം ആ ഊഞ്ഞാലിരുന്ന് കുറേ നേരം ആടി. അപ്പോൾ ഊഞ്ഞാലെല്ലാം ആടുമ്പോഴും നല്ല തണുപ്പും കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഭയങ്കര എൻജോയ് ചെയ്ത് മതി മറന്ന് ഇങ്ങനെ ഊഞ്ഞാലിലാട്ടം തന്നെയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഊഞ്ഞാലിലാടാൻ. ഇതെന്താ ഇത്രയും പൊക്കത്തി കിട്ടിയേക്കുന്നേ? നല്ല സ്പീഡിലാട്ടാൻ. ആണോ? അപ്പൊ ഇതിലെങ്ങനെ കേറുക? ചാടി കയറണം. ചാടി കയറണോ? അല്ല, ആദ്യം നമുക്ക് ഏറ്റവും നല്ല ഈയിടെ കിട്ടിയതാന്ന് തോന്നുന്നില്ലേ? അല്ലേ? അതെ അതെ. അല്ല, ഇതിന് വലിയ തേഞ്ഞ് ഇറങ്ങാൻ തോന്നുന്നില്ല. നീ ഇവിടെ ഇരുന്നു, ഞാൻ പോവാ. നല്ല സുഖമുണ്ടോ? നല്ല കാറ്റ്. പൊക്കി കെട്ടിയേക്കുന്ന കാരണം എന്നാൽ ഇത്ര ആയത്തിൽ ആടാൻ പറ്റുള്ളൂ. നല്ല രസമുണ്ട്. ചൂട് എടുക്കുന്നില്ല. ഇവിടെ നല്ല ക്ലൈമറ്റാ. അല്ല, ഇല്ലിയുടെ മൂട്ടി നിൽക്കാൻ നല്ല തണുപ്പാ. പണ്ടുകാലത്ത് കാട്ടിലൊക്കെ പോകുന്നവർ ഇല്ലിമൂട്ടിൽ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. പിന്നെ ഇല്ലിയുടെ മൂട്ടി വേറെ ചെടികൾ കിളുക്കുകയില്ല. ഇല്ലില്ല, വേറെ ചെടികൾ കിളുക്കുകയില്ല ഇല്ലിയുടെ മൂട്ടി. അതുകൊണ്ട് ക്ലീൻ ആയിരിക്കും എപ്പോഴും. സൂര്യപ്രകാശം കടത്തി വിടിയല്ലോ, അതുകൊണ്ടാണ്. ഇതിന്റെ മുകളിൽ ഊഞ്ഞാൽ. കൊതുക് ഞാൻ കൊന്നു. ഇത് ഗവൺമെന്റിന്റെ ആണോ? ആ, ഗവൺമെന്റിന്റെ. പുറമ്പോക്കായിരിക്കും. പുറമ്പോക്കിൽ ഞാനൊരു പുറമ്പോക്കിനെ ഞാനൊന്നും പറയുന്നില്ല. അമ്മയുടെ പേരിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാൻ തന്നെയാണ് അമ്മയുടെ പേരിലാണെന്നുള്ളത്. ഇവർ ഈ പോകുന്നത് അവിടെ നന്നായിട്ട് മീനെ ചൂണ്ടിയിട്ടാൽ കിട്ടുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. കുറേ പേര് അവിടെ മീൻ പിടിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. അവരവിടെ മീൻ പിടിക്കുന്നുണ്ട്. മീൻ പിടിക്കുന്നതിൻ്റെ ഒരു ഗ്യാങ് തന്നെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നടന്നു നോക്കൂ. ബാലൻസ് ഇല്ല.
മീൻപിടുത്തക്കാർ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇതെടുക്കുന്നുണ്ടോ? ഏതാ? 10-25 അടി താഴ്ചയുള്ള എന്ത് വെള്ളത്തിൽ എഴുതി വെച്ചേക്കുന്നുണ്ട്. ആണോ? എവിടെ? മീൻപിടുത്തക്കാരുണ്ടാക്കി വെച്ചേക്കുന്നതല്ലേ? ഇവിടെ വേറെ 2 ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറേ ആടുകളൊക്കെ ഉണ്ട്. ഒരു 3-4 ഊഞ്ഞാലൊക്കെ ഇവിടെ കെട്ടിയിട്ടുണ്ട്, തണലോരത്തിരുന്ന ആൾക്കാർക്ക് വരുന്നവർക്ക് ആടാൻ വേണ്ടിയിട്ടുമൊക്കെ. ഞാൻ അവിടെ പോകണം. ഇവിടെ ഈ പ്രാവശ്യം കാർണിവൽ ഉണ്ടായിരുന്നു, അതിന്റെ പാപ്പാഞ്ഞെ കത്തിച്ച അവിടെ. ഓ, ആ മൈതാനത്തല്ലേ? ഇനി ഒന്ന് മാറിയിക്കോ, ഒന്ന് ആടിക്കോട്ടെ. ഇത് പൊക്കം ഇല്ലാത്തവർക്ക് ആടാനുള്ളൊരു, ചാടിക്കേറെ ബുദ്ധിമുട്ടുള്ളവർക്ക് ആടാനുള്ളൊരു വേറെ ഊഞ്ഞാലാണ്. അധികം ദൂരം ആടാൻ പറ്റിയില്ല, മറ്റേ ഡിസ്റ്റൻസ് കിട്ടുള്ളൂ. കുട്ടികൾക്കൊക്കെ ആടാം. മരം ഇളകുന്നുണ്ട്, ഒടിഞ്ഞു വീഴല്. ഇത് വലിയ മരം അല്ല, വലിയ ബലമില്ലാത്ത മരമാണല്ലോ. അപ്പോൾ ഗായ്സ്, നമ്മൾ തണലോരത്തുനിന്ന് ഇറങ്ങി വേറൊരു, ഇതിൻ്റെ അടുത്ത് തന്നെ വേറെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ കൂടി കവർ ചെയ്തിട്ട് വേണം ഇന്ന് പോകാനായിട്ട്. വൈകിട്ട് ചായയൊക്കെ കുടിക്കാനൊന്ന് ഇറങ്ങുന്ന സ്ഥലം അല്ലേ? യാ. അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. തണലോരത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. ഈ സ്ഥലം ആൾ പറഞ്ഞപ്പോഴാണ് എനിക്കിങ്ങനൊരു സ്ഥലം അറിയാവുന്നത്, എനിക്കറിയില്ലായിരുന്നു. ആൻഡ് നമ്മളിതുപോലുള്ള ഓരോരോ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളും ഒക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ കാണിക്കാനായിട്ട്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം എൻജോയ് ചെയ്തിരിക്കാൻ, റെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു നല്ല സ്ഥലമാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇതിൻ്റെ അടുത്തൊക്കെയുള്ള ജില്ലക്കാരും കോട്ടയത്തുള്ളവരും ഒക്കെ വരണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ബൈ ബൈ.